ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാൽപ്പാമരാതി ഓയിൽ, നാൽപ്പാമരാതി വെളിച്ചെണ്ണയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാൽ മാത്രമേ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ ഉപയോഗിച്ചാലാണ് റിസൾട്ട് കിട്ടുന്നത്, എങ്ങനെ ഉപയോഗിച്ചാലാണ് നമ്മുടെ സ്കിന്നിൽ വീണ്ടും പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം, ഇത് ആരൊക്കെ ഉപയോഗിച്ചാലാണ് നല്ലൊരു ഗ്ലോയും ഇതൊക്കെ വരുന്നത്, ഇത് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നാൽപ്പാമരാതി എണ്ണ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയണമെന്ന് വെച്ചാൽ, എനിക്ക് ടാൻ മാറിയിട്ടാണ് തോന്നിയത്. നന്നായിട്ട് ടാൻ മാറാതെ നമ്മൾ വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് നമ്മുടെ ഫേസിൽ ടാൻ അടിക്കത്തില്ലേ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയെ. ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു മസാജ് കൊടുക്കുകയാണ്. ഇത് പൊതുവേ സ്കിൻ ഡിസീസസ് ഒക്കെ വരില്ലേ, അവർക്കാണ് കൊടുക്കുന്നത് ഡോക്ടേഴ്സ് ആയുർവേദത്തിൽ. പക്ഷേ കുഞ്ഞുങ്ങൾ മുതൽ നമുക്ക് മുതിർന്ന ആൾക്കാർക്ക് വരെ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇതൊരു പ്രശ്നവും വരത്തില്ല ഇത് ഉപയോഗിച്ചെന്നും പറഞ്ഞ്. കുട്ടി നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. ഞാൻ ഉപയോഗിക്കുന്ന നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയത് ടാൻ മാറാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പുറത്തൊക്കെ വെയിലത്തൊക്കെ പോയിട്ട് ആ കരിവാളിപ്പൊക്കെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അങ്ങനെയൊക്കെ ഉപയോഗിക്കാവേ. ഇത് നമ്മൾ കുറച്ചെടുക്കുക. കുളിക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിലും മുഖത്തും നെക്കിൻ്റെ പോർഷൻസും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ചെറിയൊരു മസാജ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്കൊരു 5-10 മിനിറ്റൊക്കെ ഇട്ടിരുന്നാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ 30 മിനിറ്റൊക്കെ ഇടാം. പക്ഷേ ഇത് പൊതുവേ ഇത് മഞ്ഞളിൻ്റെ ഇതുള്ളത് കൊണ്ട് നമ്മൾ എവിടെ പിടിച്ചാലും മഞ്ഞളാവും. തട്ടേ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ചുമരിലോ ഡ്രസ്സിലോ അങ്ങനെ പലയിടത്തും ആവും. അതുകൊണ്ട് ഒരു 5-10 മിനിറ്റൊക്കെ ഇട്ടാലും മതി കേട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും ഇടാം കേട്ടോ. നാൽപ്പാമരാതി നമ്മുടെ ഓയിലി സ്കിന്നാണെങ്കിലും നമ്മുടെ എന്താണ് ഡ്രൈ സ്കിന്നാണെങ്കിലും കോമ്പിനേഷൻ സ്കിന്നാണെങ്കിലും ഒക്കെ ഇടാം. പിന്നെ നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചെവിയുടെ ഭാഗത്തായിട്ടോ വാച്ച് കെട്ടുന്നില്ലേ ആ ഭാഗത്തായിട്ടോ നിങ്ങളൊന്ന് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇടുക. ചൊറിച്ചിലോ ഇറിറ്റേഷൻസോ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇടാം കേട്ടോ. ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടല്ലേ കേട്ടോ. നിങ്ങളുടെ സ്കിൻ നിങ്ങൾക്ക് അറിവ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, അത് മസ്റ്റായിട്ട് നോക്കണം കേട്ടോ. ചിലപ്പം എന്തെങ്കിലും പ്രശ്നം വന്നാലോ അതുകൊണ്ട് പറയണതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾ നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. പൊതുവേ ഞാൻ പറയുന്ന പോലെ കോമ്പിനേഷൻ സ്കിന്നാണ്. ചില പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് പെട്ടെന്ന് അലർജി കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഈ പ്രോഡക്റ്റ് എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് അപ്ലൈ ചെയ്യണത്, എല്ലാ ദിവസവും ഒന്നും അപ്ലൈ ചെയ്യില്ല. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ നെക്കിലും കഴുത്തിലും എല്ലാം ഇടുക. ഇത് പൊതുവേ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങൾക്കൊക്കെ. അപ്പം ധൈര്യമായിട്ട് ഇടാം മുതിർന്നവർക്കൊക്കെ. പിന്നെ എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. പിന്നെ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തും നെറ്റിയിലൊക്കെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ബ്ലഡ് സർക്കുലേഷൻ കൂടും ആ സമയത്ത്. അപ്പം നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനും നന്നായിട്ട് സ്കിന്നിൽ അബ്സോർവ് ചെയ്യാനും ടാനൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോൾ സ്കൂളിലോ കോളേജിലോ ഓഫീസിലൊക്കെ പോയി നല്ല വെയിലടിക്കുന്ന സമയത്തൊക്കെ നമുക്കിതിടാം. അങ്ങനെ നമ്മൾ വെയിലടിക്കുന്നത് തോന്നൂലേ. അപ്പം തൈരോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുന്നില്ല. ഇതിപ്പം റെമഡി കയ്യിലെ കുപ്പിയിലുണ്ടല്ലോ, അതിപ്പം നമുക്ക് എടുത്തിട്ടിടാന്നേ. ഇത് ചെറുതായിട്ടൊരു ചെറിയ ചൂട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഫേസിൽ. ഇതെനിക്ക് തോന്നുന്നു 200 എന്തോ ആണ് കേട്ടോ വില. നല്ല പ്രോഡക്റ്റാണ്. പിന്നെ ചിലവർക്ക് ഈ ഓയിൽ, പിന്നെ വേറൊരു കാര്യം, ഈ ഓയിലിട്ടിട്ട് മസ്റ്റായിട്ട് നമ്മൾ കുളിച്ചതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ ഇടണം. പുറത്തിറങ്ങണമെങ്കിൽ സൺസ്ക്രീൻ ഇടണേ, ഇല്ലെങ്കിൽ ഇത് ടാനാവും. അങ്ങനെയാണ് ചില ആൾക്കാർക്ക് ഈ ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓയിലിട്ടിട്ട് അവർ പറയാറില്ല നമ്മുടെ ഓയിലിട്ടു പക്ഷേ നമ്മുടെ ഫേസ് നന്നായിട്ട് ടാനായി വീണ്ടും കറുത്ത ഒരു ഇരുളിച്ച പോലെ എന്നൊക്കെ പറയില്ലേ. അതിന് കാരണം അവർ ടാൻ അടിക്കുന്നതുകൊണ്ടാണ്, വെയിൽ വീണ്ടും കൊള്ളുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായാലും ഏത് ഓയിൽ ഉപയോഗിച്ചാലും ഇത് ഇട്ടതിന് ശേഷം കുളിച്ചതിന് ശേഷം നിങ്ങൾ എന്തായാലും ഒരു സൺസ്ക്രീൻ എന്തായാലും മസ്റ്റായിട്ട് ഇടണേ. അത് നിർബന്ധമാണ്, അത് മറക്കുകയും ചെയ്യരുത്, അല്ലെങ്കിൽ ടാൻ അടിക്കുകയെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്യണത് കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. നിങ്ങളുടെ കണ്ണിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് മസാജ് ചെയ്യാം. പിന്നെ നന്നായിട്ട് പിരികത്തിൻ്റെ അവിടെയൊക്കെ മസാജ് ചെയ്യാം. പിന്നെ നമ്മുടെ ചിന്നിൻ്റെ അവിടെ, നമ്മുടെ താടിയുടെ ഭാഗം എല്ലാം അത് തന്നെയാണ്, കവിളിൻ്റെ ഭാഗം എല്ലാം നമുക്ക് അത് മസാജ് ചെയ്ത് കൊടുക്കാം. നല്ല ഒരു മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സുഖമാണ്. പിന്നെ നെക്കിൻ്റെ പോർഷൻസ് നമുക്ക് മസാജ് ചെയ്യാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് അത് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു കുറച്ച് നേരം ഇതൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചേക്കാം. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം പെട്ടെന്ന് തുടച്ച് കളയാവേ.
ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസിലൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. അതിന് കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമ്മളെ ഫേസ് ഒന്ന് ഗ്ലോ ആയതാണ് കേട്ടോ. നമ്മൾ ടാനൊക്കെ പറയും, പിന്നെ മഞ്ഞളല്ലേ നമ്മൾ ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ടിഷ്യൂ എടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഓയിൽ അബ്സോർവ് ആയിക്കോളും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കടലമാവില്ലേ, കടലമാവ് എടുത്ത് കുറച്ച് വെള്ളത്തിലോ പാലിലോ എങ്ങനെയെന്ന് വെച്ചാൽ കുഴച്ചിട്ട് നിങ്ങൾക്ക് ഫേസിലും നമ്മുടെ കൈയിൻ്റെ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന പോലെ, അതായത് സോപ്പ് തേക്കുന്ന പോലെ ആക്കിയിട്ട് നമുക്കത് കഴുകിക്കളയാം. എന്നിട്ട് നമുക്ക് കുളിക്കാം കേട്ടോ. അങ്ങനെയും ഇത് നന്നായിട്ട് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ടിഷ്യൂ എടുത്താലും മതി കേട്ടോ. നന്നായിട്ട് ടിഷ്യൂല് വന്നോളും കേട്ടോ. അത് ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. കടലമാവ് എടുക്കത്തില്ല, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പോവുകയും ചെയ്യും നമ്മുടെ ഫേസിൽ നിന്ന് ഈ ഓയിൽ. പിന്നെ ഒരു കാര്യം, ഈ ഓയിൽ ഒരിക്കലും നമ്മുടെ ഫേസിൽ ഇരിക്കാൻ പാടില്ല. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകിൽ ടിഷ്യൂവോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കടലമാവ് ഉപയോഗിച്ച് ആദ്യം കളയുക. എന്നിട്ട് നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് തേച്ച് കുളിക്കുമല്ലോ, അപ്പോൾ നന്നായിട്ട് അങ്ങ് പൊക്കോളും. ഇതിൽ ഇരുന്നാലുള്ള പ്രശ്നം എന്ന് പറയണത്, ഇത് വീണ്ടും നമുക്ക് പിമ്പിൾസൊക്കെ ഉണ്ടാവും, പിമ്പിൾസ് ഉണ്ടാവും. അതാണ് മെയിൻ. പിമ്പിൾസ് വന്നതിന് ശേഷം ബ്രേക്കൗട്ട്സ് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അത് ശ്രദ്ധിക്കണം. പിമ്പിൾസ് വരാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഇത് തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ച് കളയുകയോ അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിക്കുകയോ ചെയ്യണം, അത് മറക്കല്ലേ. എന്നിട്ട് നമുക്ക് കുളിക്കുമ്പോൾ അത് പൊക്കോളും. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ മോയ്സ്ചറൈസർ ഇടുക. പിന്നെ പുറത്ത് പോകണമെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ ഇടുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ലവ് യു ഓൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാല്ലേ. ബൈ.